ഹായ് നമസ്കാരം. ഷുഗർ രോഗവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ട് എങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. ആദ്യമായി പറയുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 10 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു കുറവില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് എൻ്റെ ഷുഗർ ലെവൽ നോർമലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേര് ഷുഗർ രോഗമായി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വ്യായാമക്കുറവും ഭക്ഷണ രീതികളൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷെ അതൊന്നുമില്ലാതെ മരുന്ന് കുടിച്ചിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി ഞാൻ തമിഴ്നാട്ടിലെ കമ്പം എന്ന സ്ഥലത്ത് പോയി ഫലം കിട്ടിയതാണ്. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണം. അപ്പോൾ എങ്ങനെയാണ് പോവേണ്ടത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പാവങ്ങളുടെ ബെൻസായ നമ്മുടെ സ്വന്തം നാനോ കാറിലാണ് പോകുന്നത്. 2012 മോഡൽ വണ്ടിയാണ്. പോകുമ്പോൾ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 170 കിലോമീറ്ററാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോളും വൈഫുമായിട്ടാണ് പോയത്. അപ്പോൾ നല്ല ആനന്ദകരമായ നല്ല അടിപൊളി യാത്രയായിരുന്നു. പോകുന്ന വഴിക്ക് പത്തനംതിട്ട ആസ്റ്റർ ലാബിൽ കയറിയിട്ട് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്ത് 416 ഷുഗറിൻ്റെ അളവ് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഹൈ ലെവലിലാണ് ഷുഗർ നിൽക്കുന്നത്. അപ്പോൾ അത് കാണിച്ചപ്പോൾ തന്നെ അവർ 3 നേരത്തെ 3 ഗുളിക വെച്ചിട്ടാണ് അവർ തന്നത്. 3 നേരം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് 3 ഗുളിക വെച്ചിട്ട് നല്ല ഡോസുള്ള ഗുളികയാണ് തന്നത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം വളരെ കുറവുണ്ട്. കുറഞ്ഞ സമയത്ത് ഞാൻ ഒരു നേരത്തത് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ച് ഉച്ചക്കുള്ളത് ഒഴിവാക്കിയപ്പോൾ രാവിലെയും വൈകിട്ടും മാത്രമാണ് കഴിക്കുന്നത്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്നുകൂടി നമുക്കത് കുറച്ച് തരും. അതിൻ്റെ ഗുളികയുടെ അളവ്, അതിൻ്റെ ഡോസിൻ്റെ അളവ് ഒന്നുകൂടി കുറച്ച് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു. ഞാൻ ഈ വീഡിയോ വോയിസ് വിടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇത്ര ലോങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തേയിലത്തോട്ടങ്ങളും നല്ല കൃഷികളൊക്കെ നിറഞ്ഞ പൂഞ്ഞാറ്, എരുമേലി, വണ്ടിപ്പെരിയാർ വഴി കുമളിയിലെത്തി. കുമളി കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡറിൽ പ്രവേശിച്ച് അങ്ങനെ ചുരമൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി യാത്രയാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് പോകുമ്പോൾ 170 കിലോമീറ്റർ ഉള്ളൂ. മലപ്പുറത്ത് നിന്ന് പോകുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടാവും. എന്തായാലും കമ്പത്താണ് നമ്മൾ ചെല്ലേണ്ടത്. കമ്പത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മുന്തിരിത്തോട്ടങ്ങളും കൃഷികളൊക്കെ നിറഞ്ഞ നല്ലൊരു അടിപൊളി പ്രദേശമാണ്. അതേപോലെ ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ താഴ്ഭാഗമാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിലൂടെ പോകുമ്പോൾ. അപ്പോൾ എന്തായാലും അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ യാത്ര തിരിച്ച് അങ്ങനെ കമ്പം ജില്ലയിലെത്തി. കമ്പം അങ്ങാടിയിലൂടെയൊക്കെ ചെറിയ അങ്ങാടിയാണ്. ചെറിയ അങ്ങാടി പറഞ്ഞാൽ ഇടുങ്ങിയ അങ്ങാടി. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അങ്ങനത്തെ സ്ഥലങ്ങൾ ഇടുങ്ങിയ അങ്ങാടിയാണ്. അങ്ങനെ അതിലൂടെ പോയി അവിടെ ചെന്ന് AVM ക്ലിനിക്കാണ്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ഒരുപാട് മലയാളികളാട്ടോ. അത് മൊത്തം മലയാളികളാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മലയാളികളുടെ ഒക്കെ ഫീഡ്ബാക്കൊക്കെ ചോദിച്ചു. എല്ലാവരും കാലങ്ങളായിട്ട് അവിടെ നിന്ന് മരുന്ന് കുടിക്കുന്ന ആളുകളാണ്. അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ലേബിളില്ല. നമുക്ക് തരുന്ന ഗുളികയ്ക്ക് ലേബിളുള്ള ഗുളിക ഉണ്ട്. ആയുർവേദ ഗുളികയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. പക്ഷേ ലേബിളില്ല. ഒരു കവറിലാക്കിയിട്ടാണ് ഗുളിക 3 ഐറ്റം ഗുളിക തന്നത്. നല്ല ഡോസുള്ള ഗുളികയാണ് ഷുഗർ കൂടുതലായിട്ട് തന്നത് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ ഷുഗർ ലെവൽ താന്നപ്പോൾ പിന്നെ ഞാൻ ഒരാഴ്ചത്തെ ഒരു നേരത്തെ ഗുളിക ഞാൻ കുറച്ചു. 2 നേരമാക്കി. 3 നേരം എന്നുള്ളത് 2 നേരമാക്കി കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഷുഗർ നോർമൽ ലെവലായിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ അവിടുത്തെ ബുക്കിംഗ് നമ്പർ കമൻറ്റിൽ ചോദിച്ചാൽ ബുക്കിംഗ് നമ്പർ തരാൻ. ആവശ്യമുള്ളൊരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പോയി അവിടെ എന്താണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാം. തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ എന്തായാലും പോയതല്ലേ എന്ന് കരുതി. മുന്തിരിത്തോട്ടം നമുക്കറിയാം, കമ്പത്താണ് മുന്തിരി പാടം ഉള്ളത്. അവിടെ ഇറങ്ങി ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്തിരിയൊക്കെ ഉണ്ടാവുന്നത് ശരിക്കും കാണാനും പൂത്ത് നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ 1 മണിക്കൂർ അവിടെ ചിലവഴിച്ച് പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ട് അവിടെ ചിലവഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തായാലും 8-9 മണിക്കൂർ കൊണ്ട് പോയി തിരിച്ച് നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷുഗർ ലെവൽ ഞാൻ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും കൂടെ ഇവിടെ കാണിക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആവശ്യമുള്ളവർ അങ്ങനെ വ്യായാമം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവർ പദ്യം പറയുന്നുണ്ട്. നമുക്ക് ചിക്കൻ കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, കപ്പ കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. ഇത്രയും ഐറ്റം സാധനങ്ങൾ കഴിക്കരുത് എന്നവർ തീർത്ത് പറയുന്നുണ്ട്.
അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങളുടെ ഷുഗർ തീർച്ചയായിട്ടും കുറയും. ഞാൻ ഒരുപാട് മരുന്ന് 10 വർഷമായിട്ട് മരുന്ന് കുടിക്കുന്ന ആളാണ്. എനിക്കിതുവരെ അങ്ങനെ ഒരു മാറ്റം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാന്ന് വീണ്ടും പറയുന്നു. ആർക്കെങ്കിലും അവിടുത്തെ ബുക്കിംഗ് നമ്പറോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്രൈവറ്റ് PM വന്നാൽ പറഞ്ഞു തരുന്നതാണ്. നമ്പറും നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാനുണ്ടായ കാരണം. എനിക്ക് അതിന് നല്ല മാറ്റം കിട്ടി.